ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏത്തക്കയും വൻപയറും കൂടെ വെച്ചിട്ട് നല്ലൊരു തോരന ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് വാഴക്കൊലകളൊക്കെ ഉണ്ട് ഇതുപോലെ ഒടിഞ്ഞു വീഴും. ഇത് പകുതി പരുവേ ആയിട്ടുള്ളൂ. തോരൻ വയ്ക്കാനും ഏറ്റവും നല്ല ഇതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് വൻപയറും കൂടെ പുഴുങ്ങി ചേർക്കുന്നുണ്ട്. ഇതുപോലെ മണ്ടഭാഗവും ചുവടും മുറിച്ചിട്ട് നമ്മൾ തൊലി ചെത്തണമെന്നില്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് തൊലി എത്തി കളയുന്നുണ്ട്. ഏത്തക്കയുടെ തൊലിക്ക് നല്ല ഗുണമുണ്ട്. നമ്മൾ ഉപ്പേരിയൊക്കെ വറക്കുന്ന സമയത്ത് അതിൻ്റെ തോട് വെച്ചിരുന്നാൽ ഇതുപോലെ വൻപയറൊക്കെ ഇട്ട് തോരൻ വയ്ക്കാം. ഇനിയും കുറുകയും നെടുകയും പിളർന്ന ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞെടുക്കാം. അതേപോലെ തന്നെ ചെറിയ ചൂട് കഞ്ഞിവെള്ളത്തിലും ഇതുപോലെ അരിഞ്ഞ ശേഷം കുറച്ച് സമയം ഇട്ട് വെച്ചാൽ അതിൻ്റെ കറ കളഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും അവിയലും തോരനും ഒക്കെ വെക്കുന്ന സമയത്ത് വാഴയ്ക്ക അരിഞ്ഞ് കഴുകാറില്ല. അതിന് മുന്നേ ഒന്ന് കഴുകി വയ്ക്കത്തേ ഉള്ളൂ. വാഴയ്ക്കയുടെ കറിക്കും നല്ല ഗുണമുണ്ട്. അതുകൊണ്ട് കഴുകി കളയാതിരിക്കുന്നത് നല്ലത്. ബാക്കിയുള്ള 2 കായും ഇതുപോലൊന്ന് കഴിയ ശേഷം പിന്നീട് നമ്മൾ അരിഞ്ഞ് കഴുകത്തില്ലേ, എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് ചേർക്കുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, 7-8 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും. ചൂടായ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കളർ വ്യത്യാസം വന്നാൽ എന്താണെന്നറിയാമോ? തേങ്ങ ആട്ടിക്കൊണ്ട് വന്ന് അധികം ദിവസം ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ വെളിച്ചെണ്ണ എടുത്തായിരുന്നു. അപ്പോൾ അത് ശരിക്കും അടിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കളർ വന്നത്. അല്ലാതെ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ ഒന്നും അല്ലേ. ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ 1 ടീസ്പൂൺ അരിയും കൂടെ ചേർക്കുന്നുണ്ട്. പുഴുക്കലരിയായത്. പിന്നീട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി 2 അരിഞ്ഞ് ചേർക്കാൻ മറന്നുപോയി. ഇപ്പോൾ അതും കൂടെ ചേർക്കാം. ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കയിലേക്ക് ചേർക്കാം. അരിഞ്ഞ ശേഷം കഴുകാത്തതുകൊണ്ട് ഇതിന് കറുപ്പ് കളറൊന്നുമില്ല, നല്ല കളറിലായിരിക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. വീണ്ടും ഒന്നുകൂടെ ഇളക്കി പൊത്തി വെച്ച ശേഷം കുറച്ച് വെള്ളം തളിക്കാം. വളരെ കുറച്ച് വെള്ളം മതി, ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ. ഇപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച ശേഷം തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വയ്ക്കണം. ആ സമയം കൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോഴിത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൊരു പ്രാവശ്യം ഒന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാഴയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുകൊണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ആവശ്യത്തിന് ഇതിലേക്ക് ചേർക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പയർ നല്ലപോലെ വെന്തിട്ടുണ്ടാകണം. വെന്തൊരുവിധം ഉടയണം. വേവിച്ച് വെച്ചിരിക്കുന്ന വാഴയ്ക്കയുടെ 1/4 പങ്ക് അളവിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. 2 കൈ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് ചതച്ച് ചേർക്കാം. തേങ്ങ ചതച്ചതിൻ്റെ കൂടെ കഴുകി എത്രയും വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് പൊത്തി വയ്ക്കാം. 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ചൂട് കൊണ്ട് തേങ്ങ നല്ലോണം വെന്തോളും. കടുക് വറക്കുന്നതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ വേണേ, അപ്പോഴേ നല്ല സ്വാദ് കിട്ടത്തുള്ളൂ. അതുപോലെ ഏത്തക്ക വളരെ പിഞ്ചാണെങ്കിൽ അത്രയും നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. നല്ലപോലെ വിളഞ്ഞ ഏത്തക്കയെ തോരൻ വയ്ക്കുമ്പോഴത് വെന്ത സമയത്ത് സോഫ്റ്റ് ആയിരിക്കും. തണുക്കും തോറും നല്ല ഇറുക്കമാവും, ടൈറ്റാവും. 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇപ്പോൾ ചേർത്ത്. പയർ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നേ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത ശേഷം ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. സാധാരണ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ വെളുത്തുള്ളിയും ജീരകമൊക്കെ തേങ്ങയുടെ കൂടെ അങ്ങ് ചതച്ച് ചേർക്കത്തേ ഉള്ളൂ. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ്. ഇത് നമുക്ക് ചോറിൻ്റെയും കഞ്ഞിയുടെയും എല്ലാം കൂടെ കഴിക്കാം. പയറും വാഴയ്ക്കയൊക്കെ ഇതുപോലെ വെന്തുടയണം. അപ്പോഴേ നല്ലൊരു മയത്തിലിരിക്കത്തുള്ളൂ, അങ്ങ് ഡ്രൈ ആക്കരുത്. ഏത്തക്കയും വൻപയറും ഒക്കെ നമുക്ക് എപ്പോഴും വാങ്ങാൻ കിട്ടും. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. വീണ്ടും കാണാം. താങ്ക്